ഇന്ന് ഓൾഡ് മൂവി റിവ്യൂല് 1987 പുറത്തിറങ്ങിയിട്ടുള്ള തനിയാവർത്തനം എന്ന ചിത്രത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമ പറയുന്നതിന് ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യമാണ്, ഇതിലൊരു ലെജൻഡറി കൂട്ടുകെട്ടുണ്ട്. അത് സിബി മലയിൽ സാറും അതുപോലെ തന്നെ ലോഹിത് ദാസ് സാറും. സോ ഇവർ രണ്ടുപേരും ഡിറക്ഷനിൽ സിബി മലയിൽ സാറായാലും എഴുത്തിൽ ലോഹിത് ദാസ് സാറായാലും ലെജൻസ് ആണ്. നമ്മുടെ മലയാളത്തിന്റെ അഭിമാനം എന്ന് പറയാൻ പറ്റുന്ന ലെജൻസ് ആണ്. സോ ഇവരെ കൂട്ടുകെട്ടായതുണ്ടെങ്കിൽ ഈ പടം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് മലയാളം മൂവീസിൽ പെട്ട ഒരു ചിത്രം കൂടിയാണ് തനിയാവർത്തനം. അപ്പോൾ ഈ ചിത്രത്തിന്റെ കാസ്റ്റിലോട്ട് വരാനാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക, ബാബു നമ്പൂതിരി, അതുപോലെ തന്നെ നമ്മുടെ തിലകൻ സാറ്, നമ്മുടെ കവിയൂർ പൊന്നമ്മ ചേച്ചി, സരിക, മുകേഷ് ഏട്ടൻ. അപ്പോൾ ഇത്രയും ആൾക്കാർ ഇതിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഇതൊക്കെ സൈഡ് ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ ഇവരിൽ നിന്നും മാറി സ്ക്രീൻ ടൈമിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നതും അതുപോലെ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം ഉള്ളതും ഈ പറഞ്ഞ മമ്മൂക്കാക്കാണ്. പുള്ളിക്കാരന്റെ പെർഫോമൻസിലാണ് ഈ ചിത്രം മുഴുവൻ കിടക്കുന്നത് പോലും. അപ്പോൾ ഇതിന്റെ കഥയിലോട്ട് വരാനാണെന്നുണ്ടെങ്കിൽ ബാലൻ എന്നൊരു ക്യാരക്ടറാണ് മമ്മൂക്ക ഇതിൽ ചെയ്യുന്നത്. ഒരു സ്കൂൾ മാഷാണ്. അതുപോലെ തന്നെ ഈ മമ്മൂക്കയുടെ അനിയനാണ് ഇതിൽ മുകേഷ് ഏട്ടൻ. അതുപോലെ തന്നെ അമ്മയാണ് കവിയൂർ പൊന്നമ്മ ചേച്ചി. അതുപോലെ വൈഫാണ് സരിക. പിന്നെ തിലകൻ സാറൊക്കെയാണ് പിന്നെ ഇതിൽ മറ്റു റോളുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ മമ്മൂക്കയുടെ ഒരു അമ്മാവൻ ആണ് ഇതിൽ ബാബു നമ്പൂതിരി ചെയ്യുന്ന ക്യാരക്ടർ. പുള്ളിക്കാരന് ഇതിലൊരു മാനസിക വിഭ്രാന്തി വന്നിട്ടുള്ളൊരു റോളാണ്. കാരണം മേലത്തെ തൻ്റെ വീടിന്റെ മച്ചിൽ അല്ലെങ്കിൽ മേലത്തെ റൂമിൽ പൂട്ടിയിട്ടൊക്കെയാണ് ഈ ബാബു നമ്പൂതിരി എന്ന് പറഞ്ഞ ആളുടെ ക്യാരക്ടറിനെ. അപ്പോൾ ആ ഒരു വീടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തലമുറകളായിട്ട് എല്ലാ ജനറേഷനിലും ഏതെങ്കിലും ഒരു ആണിന് ഭ്രാന്ത് പിടിക്കും എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്ന ഒരു തിയറി, ഒരു മിത്ത് എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ശരിക്കും. അപ്പോൾ മമ്മൂക്കാന്റെ തൊട്ട് മുന്നത്തെ എന്ന് വെച്ചാൽ ഈ ബാലൻ എന്ന് പറഞ്ഞ മാഷ് തൊട്ട് മുന്നത്തെ ജനറേഷനിൽ ഭ്രാന്ത് പിടിച്ച ആള് ഈ ബാബു നമ്പൂതിരിയാണ്. അപ്പൊ അങ്ങനെ ഇതാണ് അവരുടെ കഥാപശ്ചാത്തലം എന്ന് പറയുന്നത്. കാരണം മാഷായിട്ടുള്ള മമ്മൂക്ക് പിന്നെ ഈ ഒരു വീടിന് ചുറ്റുപാട് ഇങ്ങനെ ഒരു വിശ്വാസം, ഒരു അന്ധവിശ്വാസം പോലെ വിശ്വാസം കൊണ്ടു നടക്കുന്ന ഒരു ഫാമിലി. അങ്ങനെ ഒരു ദിവസം ഈ അമ്മാവ് മരിക്കുകയാണ്. ആ മരിക്കുന്ന സമയത്ത് അടുത്ത തലമുറ എന്ന് പറയുന്നത് മമ്മൂക്ക, മുകേഷ് ഏട്ടൻ വരുന്ന തലമുറയാണ്. ആ തലമുറയിൽ അത് മമ്മൂക്കായിരിക്കും എന്നുള്ള രീതിക്ക് പിന്നീട് ആൾക്കാർ മമ്മൂക്കാനെ അപ്രോച്ച് ചെയ്യണതും പിന്നീട് തുടർന്ന് അതിനെ ഫേസ് ചെയ്യുന്നതും അതിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ടുള്ളത് ഒരു വളരെയധികം പറഞ്ഞില്ല ഒരു കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട്, അന്ന് മലയാളത്തിൽ ഈ സാധാ മസാലപ്പടങ്ങളൊന്നും അല്ലാണ്ട് പക്ക പ്യുവർ കണ്ടന്റ് എങ്ങനെ എടുക്കാന്നുള്ള ഇതൊക്കെ എടുത്തിട്ടുള്ള ഒരു സിനിമയാണിത്. കാരണം സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി ആ ഒരു മമ്മൂക്കാന്റെ ക്യാരക്ടറിന്റെ ബാലമാഷിന്റെ ഇമോഷൻസ് ആണ് പിന്നെ ഫുള്ള് ആ ഒരു സെക്കൻഡ് ഹാഫ് മൊത്തം. അപ്പൊ ഇത് എൻഡ് ചെയ്യണത് ഞാൻ പറഞ്ഞില്ല, മനസ്സിൽ വളരെയധികം കാലം തങ്ങി നിൽക്കാൻ പറ്റുന്നു. ചിലപ്പോൾ ഒരു കാലത്ത് മറന്നുപോയിക്കൊള്ളുന്നില്ല. ഈ പടം കണ്ടവരും മിക്കവാറും അത്യാവശ്യം വളരെ ഓൾഡ് ജനറേഷനിൽ പെട്ടുള്ള ആൾക്കാരായിരിക്കും ഇത് കണ്ടിട്ടുണ്ടാവുക. നേരെ മറിച്ച് നമ്മുടെ എന്റെ ജനറേഷൻ അല്ലെങ്കിൽ 2K കിഡ്സ് എന്നൊക്കെ പറയുന്ന ജനറേഷൻ പെട്ട ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ടി വി കാണലില് വളരെ കുറഞ്ഞതുകൊണ്ട് തന്നെ ഇത് ടി വിയിൽ വന്നാൽ പോലും ചിലപ്പോൾ കാണണം എന്നില്ല. കാരണം വളരെ സ്ലോ പേസ്ഡ് ആണ് എന്നുള്ളതുകൊണ്ടൊക്കെ തന്നെ. ഇതിന്റെ ക്ലൈമാക്സ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാൻ കഴിയില്ല. മേ ബി വീണ്ടും ഈ ചിത്രം കാണാൻ തന്നെ ചിലപ്പോൾ വിഷമിച്ച് പോകാവുന്ന രീതിക്ക് ഒരു അത്രയും വിഷമിക്കുന്ന രീതിക്കാണ് ഈ പടം പോയിട്ടുള്ളത്. ഈ മൂവി കണ്ടു നോക്കുക. കാരണം ഈ മൂവി എന്ന് പറയുന്നത് മമ്മൂക്കാന്റെ കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. മമ്മൂക്ക ഇപ്പൊ ചെയ്യുന്ന പരിപാടിയൊന്നും അല്ല അത്. ഇപ്പോഴും കിടിലം പ്രൊജക്ട്സ് ഇപ്പോൾ ചെയ്യണമെങ്കിൽ പോലും ഒരു സമയത്ത് നമ്മൾ ഗ്ലാമർ താരം എന്നുള്ളത് പോലെ ആക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ മുൻപ് ഇത്തരത്തിൽ ഇമോഷൻസ് വെച്ചിട്ടുള്ള സിനിമകളും ഇത്തരത്തിൽ അഭിനയം ഇമ്പോർട്ടൻ്റ് ഉള്ള സിനിമകളും ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രം കണ്ടോക്കാൻ ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ 2K കിഡ്സിനോടാണ് ഞാൻ പറയുന്നത്. അതിന് മുന്നത്തെ ആൾക്കാർക്ക് അറിയാം എന്താണ് മമ്മൂക്ക ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ സിബി മലയിൽ സാറിൻ്റെ ആയാലും ലോഹിത് ദാസ് സാറിൻ്റെ ആയാലും എന്താണ് അവരുടെ റൈറ്റിംഗ്, അവരുടെ ഡയറക്ഷൻ എന്നുള്ളത് ഈ ചിത്രം കണ്ടാൽ തന്നെ ഏറെക്കുറെ മനസ്സിലാവും. സോ മലയാളത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ചിത്രമാണ് ഇത്. സോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം, എന്തായാലും കണ്ടു നോക്കണം. കാരണം കാണേണ്ട ഒരു പടം, ഒരു മലയാളിയാണെങ്കിൽ ഇതൊക്കെ കണ്ടു നോക്കണം. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക നിധി എന്ന് പറയുന്നത്. ഇവരൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ഇത്തരം പടങ്ങൾ മലയാള സിനിമയുടെ നിധി എന്ന് പറയുന്നത്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ്സ് അറിയിക്കുക. കാണാത്തവർ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ്സ് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.